നമസ്കാരം. റിപ്പോർട്ടർ ചാനലിനെതിരെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം. ബി.ജെ.പി. നേതാവ് ശോഭ സുരേന്ദ്രൻ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിനും രജിസ്ട്രാർ ഓഫ് കമ്പനീസിനും കഴിഞ്ഞ വർഷം നവംബർ 7 നൽകിയ പരാതിയെ തുടർന്നാണ് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചത്. റിപ്പോർട്ടർ ചാനലിന്റെ ഓഹരി കൈമാറ്റം രാജ്യസുരക്ഷാ കാരണങ്ങളാൽ വിലക്കിയ ആഭ്യന്തര മന്ത്രാലയ ഉത്തരവ് പരാമർശിച്ചുകൊണ്ടാണ് ശോഭ സുരേന്ദ്രൻ പരാതി നൽകിയത്. റിപ്പോർട്ടർ ചാനലിന്റെ യഥാർത്ഥ ഉടമകളായ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിന്റെ കളമശ്ശേരിയിലെ വിലാസത്തിൽ അഗസ്റ്റിൻ സഹോദരന്മാർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന പേരിൽ ഷെൽ കമ്പനി രൂപീകരിച്ച ശേഷം റിപ്പോർട്ടർ ചാനൽ നിയന്ത്രണം ഏറ്റെടുത്തു എന്നാണ് ആരോപണം. ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ ഓഹരി ഉടമകളുമായി ഒത്താശ ചെയ്താണ് ഷെൽ കമ്പനിയുടെ മറവിൽ ചാനൽ നടത്തുന്നതെന്നാണ് പരാതി. ഓഹരി കൈമാറ്റത്തിനുള്ള തടസ്സവും GST വിലക്കും മറികടക്കാൻ റിപ്പോർട്ടർ ചാനൽ നിയമവിരുദ്ധ നടപടി സ്വീകരിച്ചതായി പരാതിയിൽ ആരോപിക്കുന്നു. ഇതിനെ തുടർന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് 2 കമ്പനികൾക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നോട്ടീസിന് മറുപടി നൽകിയെങ്കിലും ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ മറുപടി നൽകിയിട്ടില്ല. ഇക്കാര്യത്തിൽ റിമൈൻഡറുകൾ അയച്ചതായും കമ്പനികാര്യ മന്ത്രാലയം വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിൽ പറയുന്നു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ ചാനലിന്റെ ഓഹരി കൈമാറാനുള്ള നീക്കം ആഭ്യന്തര മന്ത്രാലയം തടഞ്ഞിരുന്നു. റിപ്പോർട്ടർ ചാനലിലേക്ക് അനധികൃതമായി പണമെത്തിയെന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന സംഭവമായതിനാലാണ് ഓഹരി കൈമാറ്റം അനുവദിക്കാത്തത് എന്നാണ് വാർത്തകൾ വന്നത്. അന്നത്തെ ചാനൽ MD MV നികേഷ് കുമാറാണ് ഓഹരി കൈമാറ്റത്തിന് അപേക്ഷ നൽകിയിരുന്നത്. ചാനൽ ഓഹരികൾ മുട്ടിൽ കുടുംബത്തിലെ KJ ജോസ്, VV സാജു എന്നിവരുടെ പേരിലേക്ക് മാറ്റാനായാണ് നികേഷ് കുമാർ അപേക്ഷ നൽകിയിരുന്നത്. എന്നാൽ ആഭ്യന്തര മന്ത്രാലയം അന്ന് അപേക്ഷ തള്ളുകയായിരുന്നു.